അങ്ങനെ ലാലേട്ടൻ്റെ 66-ാം പിറന്നാൾ പ്രമാണിച്ച് ദൃശ്യം 3 റിലീസായപ്പോൾ നമ്മൾ ലാലേട്ടൻ ഫാൻസ് കൂടി ആവുമ്പോൾ പടം കാണാതിരിക്കുന്നത് എങ്ങനെയാണല്ലേ. അങ്ങനെ ഞാനും പോയി സിനിമ കണ്ടു. അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് തികച്ചും സാധാരണക്കാരൻ്റെ റിവ്യൂ ആണ്, അപ്പോൾ ആ ഒരു സെൻസിൽ നിങ്ങൾ കാണാവുള്ളൂ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് തന്നെ പോകുന്നു. നമ്മുടെ ടൈറ്റിൽ കാർഡ് വരുന്നതിന് മുമ്പ് തന്നെ ദൃശ്യം 1-ൻ്റെയും 2-ൻ്റെയും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തലുകൾ ആ ഒരു ടൈറ്റിൽ കാർഡിന് മുമ്പായിട്ട് തന്നെ വരുന്നുണ്ട്. അതിനുശേഷം പടം അങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പതുക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തിനു പറയുന്നു, ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഗ് ഫീൽ ചെയ്തു. നമ്മുടെ ഈ പറയുന്ന പോലെ വീട്ടിലെ കാര്യങ്ങളും ഫാമിലി ആയിട്ടുള്ള ഇവരുടെ അടുപ്പവും കാര്യങ്ങളും പിന്നെ ഈ ഒരു പ്രശ്നം അവരെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലേ എന്ന് നമുക്ക് സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള കുറച്ച് രംഗങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ കൂടുതലും അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇൻ്റർവെല്ലിൽ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പടം ഇപ്പോഴും സ്റ്റാർട്ടായിട്ടില്ല എന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം തുടക്കം ഇങ്ങനെ പറഞ്ഞു പോവാണ്, ഇൻ്റർവെൽ ആകുമ്പോഴേക്കാണ് ഓക്കെ ഇപ്പോഴാണ് പടം തുടങ്ങാൻ പോകുന്നത് എന്നൊരു സാധനം നമുക്ക് കിട്ടുന്നത്.